ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അരുൺകുമാർ പോത്തോടി, ബ്ലോഗർ പോത്തോടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വർഷങ്ങളായി യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ പുതിയതായി ചെയ്യുവാൻ പോവുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ ധാരാളം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഈ ആപ്ലിക്കേഷൻസിനെല്ലാം നമ്മൾ വേറെ വേറെ പാസ്വേഡ് യൂസ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഈ പാസ്വേഡ് വേണമെങ്കിൽ നമുക്കൊന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പാസ്വേഡ് എങ്ങനെ നമുക്ക് എടുക്കാം, നമ്മൾ മെയിൽ ഐ ഡി ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ പാസ്വേഡ് എടുക്കാൻ പറ്റും. എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും പാസ്വേഡ് എങ്ങനെ കിട്ടും ആൻഡ്രോയിഡ് ഫോണിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പാസ്വേഡ് എടുക്കുക എന്ന് നോക്കാം. നമ്മളെല്ലാവരും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ധാരാളം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഈ ആപ്ലിക്കേഷൻസിനെല്ലാം നമ്മൾ വ്യത്യസ്തമായ പലതരം പാസ്വേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും പാസ്വേഡുകൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ നമ്മുടെ പാസ്വേഡുകൾ നമുക്ക് വീണ്ടും ഈ ഫോണിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനായി ആദ്യമേ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. അതിനുശേഷം ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ സർവീസസ് എടുക്കുക. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാം നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം ആപ്ലിക്കേഷൻസും സൈറ്റും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പാസ്വേഡും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതിനായി ഓരോ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കിയിട്ട് പാസ്വേഡ് കാണിക്കും. ഉദാഹരണമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കാണാം. ഈ കണ്ണിൻ്റെ ആകൃതിയിലുള്ള ചിഹ്നം പ്രസ് ചെയ്താൽ നമുക്ക് പാസ്വേഡ് അവിടെ കാണിക്കും. അങ്ങനെ ഇതേപോലെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും പാസ്വേഡ് നമുക്കിതുപോലെ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ മറന്നുപോയ പാസ്വേഡ് എങ്ങനെ ഫോണിൽ നിന്ന് തന്നെ എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ആഡിയോസ്.